അത്തപ്പൂന്നുള്ളി എല്ലാവരും അത്തപ്പൂവൊക്കെ നുള്ളി കഴിഞ്ഞോ? ഞാനിന്നേ ഇത്തിരി വൈകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സാരി ഉടുത്ത് ഒന്ന് സ്റ്റൈൽ ചെയ്തൊക്കെ 2 വീഡിയോസ് കുറച്ച് പിള്ളേർക്ക് ചെയ്തു കൊടുത്തായിരുന്നു. അവർ അവരൊരു പുതിയതായിട്ട് തുടങ്ങുകയാണ് ഒരു എൻ്റർപ്രൈസ്. ഐ തിങ്ക് സോ. ചെറുതായിട്ടൊരു പേജൊക്കെ ഉണ്ട് അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ, സിയ എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഒരു ഷോർട്സും ചെയ്തു കൊടുത്തു. സി, എനിക്ക് കുറേ വ്യൂവേഴ്സ് ഉണ്ടായിട്ടൊന്നുമല്ല, ബട്ട് ഹുവർ ഈസ് വാച്ചിങ് ആൻഡ് ഇഫ് ദേ ലൈക്ക് ടു ബൈ മേടിച്ചോട്ടെ എന്ന് ഓർത്ത് അവരുടെ. കാരണം ദുബായിലൊക്കെ ആകുമ്പോൾ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇങ്ങനത്തെ അത്തത്തിനും ഓണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരി നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടല്ലോ. ഇവരുടെ അടുത്തൊക്കെ പോയാൽ അവർ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. പെയ്ഡ് പ്രൊമോഷനൊന്നും ആയിട്ടല്ല, അവർ സ്നേഹമാണ്. എനിക്ക് പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാണുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റാണ്. സോ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇന്ന് ഞാനൊരു ടോപ്പിക് എടുത്തു വച്ചിരുന്നത്, ഇന്നലെ ഞാൻ അമ്മമാർക്ക് വേണ്ടിയിട്ട് ചെയ്തില്ലേ, ഞാനിനി പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളോടൊന്ന് കുറച്ച് സംസാരിക്കട്ടെ കേട്ടോ. എൻ്റെ 80കളിലെ ജീവിതവും ഞാൻ പറയും, ഇന്ന് മാറിയ വ്യവസ്ഥിതിയും പറയും. നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. അല്ലെങ്കിൽ അമ്മമാർ കേൾക്കുന്നവർ അവരുടെ മക്കൾക്ക് അയച്ചു കൊടുക്കണം. എന്താണെന്നറിയോ, നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മളിപ്പം പറയുന്ന കേട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസം അത്ര കാര്യമൊന്നുമില്ല, സ്കില്ലാണ് വേണ്ടതെന്ന്. ആ ഒരു വാചകത്തിൽ നിങ്ങൾ ആരും വീണു പോകരുത് കേട്ടോ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബലമാണത്. നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കും. ശരിയാണ്, പല 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 കഥകളുണ്ടാകും ആരെ പറ്റിയൊക്കെ. അതായത് അവരൊന്നും ഇങ്ങനെ കുറേ ഉണ്ടല്ലോ, IT ജയൻസ്, അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ ഇനി കുഴപ്പമായി പോകണ്ടെന്ന് ഞാൻ പേര് പറയാത്ത. അവരൊക്കെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആണ്, കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്, കേൾക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ അവർ അമേരിക്കയിലായിരുന്നു കേട്ടോ. അമേരിക്കയിൽ അവർ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ആ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് അല്ലെങ്കിൽ കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ എൻവിറോൺമെൻറ്റ്, അതായത് അമേരിക്ക എന്ന് പറയുന്ന ഒരു കൺട്രി ഡെവലപ്ഡ് കൺട്രിയാണ്. നമ്മളെ പോലെ ഇപ്പം നമ്മൾ അങ്ങോട്ടല്ലേ ജോലി അന്വേഷിച്ച് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ശരിയായിട്ടുള്ള ഒരു ബേസ് നോളജ്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി എന്ന് പറയുന്നതാണ് നമ്മൾക്ക് നമ്മുടെ നോളജ് കാണിക്കാനുള്ള ഒരു നമുക്ക് നോളജ് ഉണ്ട് എന്ന് പറയുന്നത്. ഡിഗ്രി ഉള്ളതുകൊണ്ട് നോളജ് ഉണ്ടാവണം എന്നില്ല, അതിപ്പോൾ എല്ലാവരും പറയും. പക്ഷേ അത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ നമുക്കൊരു കറേജാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, നമ്മുടെ ഇമേജ് ഒന്ന് കൂടുന്നു. പെൺകുട്ടികളോട് മാത്രമല്ല കേട്ടോ ഞാൻ ഈ പറയണേ, ആൺകുട്ടികളോടും കൂടിയാണ്. പക്ഷേ പെൺകുട്ടികളോട് എനിക്ക് വേറെ ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടികളോടെന്ന് പറഞ്ഞത്. പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എന്ന് പറഞ്ഞാണ് ഞാൻ ടൈറ്റിലിടുക. അല്ലെങ്കിൽ പിന്നെ ആൺകുട്ടികളുടെ അമ്മമാർക്കും ഒരു ഗൈഡൻസാണിത്. എന്താണെന്നറിയോ, നമ്മൾ ചെറുപ്പത്തിലെ ഈ ഒരു 12-13 വയസ്സിലാണ് പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ഒക്കെ ആവുക അല്ലേ. ആ സമയത്ത് എന്ത് പറ്റും എന്ന് വെച്ചാൽ ഹോർമോണൽ ചേഞ്ചസ് വരും, മുഖത്തിനൊക്കെ ഒരു ബ്ലഷ് വരും, ഒരു പ്രത്യേക ഭംഗി വരും. കാരണം ഈ ഹോർമോൺസ് എല്ലാം കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നല്ലൊരു ഭംഗി വരും പെൺകുട്ടികൾക്ക്. അങ്ങനെ ആ പെൺകുട്ടികൾക്ക് ഒരു ഭംഗിയൊക്കെ വരുമ്പോൾ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർക്ക് തന്നെ നല്ല രസമുണ്ട് എന്നെ കാണാൻ, അങ്ങനെ സ്വയം ഒരു തോന്നൽ വരുന്ന സമയമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ഭംഗിയുള്ള കുട്ടിയാണ് എന്നുള്ളൊരു തോന്നൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് എന്നോട് എൻ്റെ കസിൻസ് ചിലർ അവരൊക്കെ ഇങ്ങനെ ഫെയർ സ്കിൻഡാണ്. ഓക്കെ, ഞാനിതുപോലെ ഇങ്ങനെ ഒരുപാട് ഗ്രൂംഡല്ല, ഒരു നാടൻ പെൺകുട്ടിയാണ്. എൻ്റെ അമ്മ തലയിൽ നിറച്ചും എണ്ണ വാരി തേച്ച് 2ആയിട്ട് മുടിയൊക്കെ മെടഞ്ഞു വിട്ട് അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. സോ ഐ വിൽ നോട്ട് ബി ലുക്കിംഗ് വെരി അട്രാക്റ്റീവ്, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ സാധാരണ പോലെ ആയിരിക്കും പോകുന്നത്, നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി, അത്രയേ ഉള്ളൂ. അതായത് വലിയ പനിയും ചുമയും ഒന്നും എപ്പോഴും വരാണ്ട് അങ്ങനെ പോകുന്ന കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ പറയുന്നതിന് എൻ്റെ കഥ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. പക്ഷേ എൻ്റെ ആ ഭംഗി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആൾക്കാർക്ക്, വെളുത്ത കുട്ടിയായിരിക്കണം, അത് ഞാൻ ഒരിക്കലും വെളുത്ത കുട്ടിയായിരിക്കണം ഞാൻ പറയുന്നതല്ല കേട്ടോ. അവിടെയുള്ള ആളുകളുടെ ഒരു കോൺസെപ്റ്റായിരുന്നു അന്ന്. അവർ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പിൽ ഒരു പുടവ ചുറ്റുകയോ സാരി ചുറ്റുകയോ ഒക്കെ ചെയ്താൽ എന്ത് ഭംഗി ഉണ്ടാവും എന്നറിയാമോ ഇവളേക്കാളും. എൻ്റെ ഫസ്റ്റ് കസിൻസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എന്തുമാത്രം അത് എൻ്റെ കാതിൽ വീണിട്ടുണ്ട്, കാതിൽ വീഴാതെ ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീണത് വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെയുള്ള ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. സൗന്ദര്യത്തിൻ്റെ ഇതിലെന്നല്ല, ഞാനൊരു ഐ ഫീൽ ദാറ്റ് ഐ എം പ്രസൻറ്റബിൾ. അപ്പോൾ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്പം ഞാനന്ന് ഈ പറഞ്ഞ പോലെ ചർമ്മം വെളുപ്പിക്കാനും ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? തൈര് എടുത്ത് മുഖത്ത് വാരി തേക്കുക, പാല് അമ്മ ഉറയൊഴിക്കാൻ വെക്കുന്നത് എടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴിക്കുക, എന്നിട്ട് അതിൽ കുളിക്കുക. എന്താണെന്നറിയോ? കഴുതപ്പാലിൽ കുളിച്ചിട്ടാണ് ക്ലിയോപാട്ര സുന്ദരിയായിരുന്നത്. ഈ പൊട്ടി എനിക്കറിയില്ല ക്ലിയോപാട്ര എന്ന് പറയുന്നത് ബ്ലാക്ക് രാജ്ഞി, ബ്ലാക്ക് എന്ന് പറയാമോ അതോ ഡാർക്ക് സ്കിൻ എന്ന് പറയാം അല്ലേ, ഈജിപ്ഷ്യൻ രാജ്ഞിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് അപ്പോൾ അവരുടെ അവർ ഡാർക്കാണ് സ്കിൻ. അത് സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഇതിലല്ല എന്നൊന്നും അറിയില്ല. ഈ പറഞ്ഞ് കേട്ടേക്കല്ലേ. അപ്പോൾ ഇതൊക്കെ എടുത്ത് കുളിക്കുക, ഇതൊക്കെയായിരുന്നു കലാപരിപാടികൾ. എന്നെ കേൾക്കുന്ന കുട്ടികളോട് ഞാൻ പറയാണ്, ഇതൊന്നും അല്ല നമ്മുടെ കാര്യം കേട്ടോ. ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മ എപ്പോഴും പറയും, അച്ഛനും പറയും, പഠിക്കുക, ബുക്സ് വായിക്കുക, ഇതിലായിരിക്കണം നിങ്ങളുടെ ചിന്ത എന്ന്. എനിക്ക് അന്ന് നമുക്ക് മനസ്സിലാവില്ല അത്. ഇപ്പോൾ ഞാൻ വന്നിരുന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഈ ശ്രോതാക്കളുണ്ടല്ലോ, 16-17 വയസ്സുള്ളവർക്ക് ഇപ്പോൾ അമ്മമാർ കൊടുക്കുകയാണെങ്കിൽ അവർ പറയും, ഈ ആൻറ്റി അന്ന് അങ്ങനെ ചിന്തിച്ചില്ല. അന്ന് പറഞ്ഞു തരാൻ ഈ അച്ഛനും അമ്മയും പറയുമ്പോൾ നമ്മൾ കേൾക്കില്ല. അമ്മയും അച്ഛനും പറയുമ്പോൾ വേണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾ ചെയ്തോളാം അങ്ങനെ പറയും. കാരണം അവരോട് മറുത്ത് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞു കളയും. ഡോണ്ട് ഡു ദാറ്റ്. നമ്മളുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയമാണ് ആ ടീനേജും പിന്നെ ആ കോളേജിലേക്കുള്ള സമയം കേട്ടോ. നിങ്ങൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. നിങ്ങൾ അവിടെ പാട്ട് പാടി നല്ല ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. ഇത് കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ദേ വിൽ ബി ഷൈനിങ്, ഓവർ ഷൈനിങ്. പാട്ട് പാടുന്നവരായിരിക്കും, ഡാൻസ് ചെയ്യുന്നവരായിരിക്കും. അവർക്കൊക്കെ ഒരു പ്രത്യേക എന്താ പറയുക, പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നും അവരോടൊക്കെ. നമുക്ക് സാധാരണ കുട്ടികൾക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അട്രാക്റ്റ് ആവാൻ നോക്കരുത്. എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും, ആ പെഡസ്റ്റലിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ വെറുതെ മനസ്സിൽ ഫാൻറ്റസൈസ് ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്. അതൊക്കെ നമുക്ക് കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ, യുവർ കോൺസെൻട്രേഷൻ ഷുഡ് ബി ഓൺ യുവർ സ്റ്റഡീസ്. അങ്ങനെ ആവുകയാണെങ്കിൽ എന്താണ് ഗുണം എന്ന് പറയട്ടെ. നമുക്ക് ഒരു ഫോക്കൽ പോയിൻ്റ് ഉണ്ടാവും, ഒരു ഫോക്കസ് ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും. അത് നമ്മൾ വളർത്തിയെടുത്ത് കഴിയുമ്പം എന്തായിക്കോട്ടെ നിങ്ങൾ പഠിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ BA സൈക്കോളജി, BA എന്താ പറയുക, MA അങ്ങനെ ചിലർ പറയില്ലേ, 5th ഗ്രൂപ്പ് എടുത്തിട്ട് പഠിച്ചിട്ട് ഒന്നും ആയില്ല, അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല, സയൻസ് ഗ്രൂപ്പ് കിട്ടിയില്ല. ഒരു കാര്യമില്ല കേട്ടോ. ഏത് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചോട്ടെ, ഞാൻ പറയണത് അതാണ്. ഏത് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാലും നിങ്ങൾ ആ പഠിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൂ. അല്ലാതെ ഇങ്ങനെയുള്ള നമ്മളെ വലവീശി പിടിക്കാൻ വരുന്ന പല തരത്തിലുള്ള ശരിയല്ലാത്ത ചൂണ്ടകളുണ്ടാവും. അതിൽ നമ്മൾ പോയി കുരുങ്ങാൻ പാടില്ല. പെൺകുട്ടികളോട് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ 13 വയസ്സിലൊക്കെ ഇങ്ങനത്തെ ചിന്തകൾ വരാം. ആൺകുട്ടികൾക്ക് അത്രയും വരാറില്ല. പക്ഷേ അവർക്ക് ദേഷ്യം വരും. അവരും ഈ 13-14 വയസ്സിലൊന്നും അവർക്ക് ഭംഗിയൊന്നും വരണമെന്നില്ല. അവരൊക്കെ കുറച്ച് വലുതായി ആ പുരുഷത്വമൊക്കെ വരുമ്പോഴല്ലേ ആൺകുട്ടികൾക്കും ആ സൗന്ദര്യമൊക്കെ അതായത് നമ്മൾ കാക്ഷിക്കുന്ന സൗന്ദര്യം വരുള്ളൂ. ഒരു സമയമുണ്ട് എല്ലാത്തിനും. അവരുടെ സൗണ്ട് മാറുകയും അവരൊരു പുരുഷനായി മാറുകയൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സമയം ആരെയും കാണാൻ അങ്ങനെ ഒരു ഭംഗി എന്ന് പറയാൻ പറ്റില്ല. ചിലർ മാത്രം ഒരു ഡോളിനെ പോലെയൊക്കെ ഉണ്ടാവും. അത് ജീൻസിൻ്റെ വ്യത്യാസമാണെന്നേ. ഇന്നലെ ആരാണ്, എൻ്റെ ഫ്രണ്ട് ഷീബയാണെന്നോട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സുരേഷ് ഗോപിയുടെ ഭാര്യയെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ എന്ന് ചോദിച്ചുട്ടാ. എന്താല്ലേ അവരെങ്ങനെയാണ്, അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പോൾ വളരെ അടി. കാരണം എന്താ വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാണ്, ജീൻസ് നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെയല്ലേ നമ്മളുടെ കുട്ടികൾ വരിക, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെയും പോലെ ആയിരിക്കും. അതായത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ പോലെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ പോലെയാണ്. എൻ്റെ കസിൻസൊക്കെ അപ്പൂപ്പൻ്റെ ഇത് പിടിച്ച കസിൻസൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ പോലെ. അമ്മാവൻ്റെ പോലെ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ യുവർ എഡ്യൂക്കേഷൻ, അത് മസ്റ്റാണ്. എല്ലാവർക്കും ബിൽ ഗേറ്റ്സും പിന്നെ എന്താ പറയുക യൂസഫ് അലിക്കൊന്നും ആവാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ കാര്യം പറയണ പോലെ എല്ലാവർക്കും ആവാൻ പറ്റില്ല അല്ലേ. അതിന് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ടീനേജേഴ്സ് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. ഡോണ്ട് റൊമാൻറ്റിസൈസ് യുവർ എന്താ പറയുക ഫീലിങ്സ്. ഇപ്പോൾ അത് പതുക്കെ ചെയ്യാം, കുറച്ച് തള്ളി വെച്ചാൽ മതി. നമ്മൾ ആ ഒരു ഏജ് നമുക്ക് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. അതുവരെ ചോദിക്കും, ചേച്ചി എന്തായി പറയണേ, അല്ലെങ്കിൽ ഈ ആൻറ്റി എന്തായി പറയണേ, ആൻറ്റിയുടെ മോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നോ. എൻ്റെ മോളെ ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം.
ബുക്സിലോട്ട് അങ്ങ് കടത്തി വിട്ടു. ഇപ്പോൾ എല്ലാ കുട്ടികളും ബുക്ക് വായിക്കില്ല കേട്ടോ, പക്ഷെ ബുക്കിലേക്ക് ആദ്യമേ കടത്തി വിട്ടാൽ അത് അവർ വായിച്ചോളും. ഒരു ലോ ഓഫ് മോഷൻ്റെ കഥ ഞാനിന്ന് പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതായത് നമ്മളിങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം കുട്ടികളെ. അപ്പം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ടെങ്കിൽ, സിലിണ്ടറിക്കൽ ഷേപ്പായിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ ആ ലോ ഓഫ് മോഷനിൽ അതങ്ങോട്ട് തള്ളി ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പൊക്കോളും. അപ്പോൾ കുട്ടികളോട് ഈ അമ്മമാർ പറയില്ലേ, മോളെ പഠിക്കൂ എന്ന് പറയില്ലേ, അത് ഒരു പഠിക്കൂ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് പറയണ്ട. നിങ്ങൾ ആ ഒരു കാര്യം മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ അവരുടെ മനസ്സിലുണ്ടാവും അത് ശരിയാണ്, പഠിച്ചാൽ മാത്രമാണ് നമുക്കിങ്ങനെ നല്ല ഒരു ഗെറ്റപ്പിൽ ചിലരുടെ എന്താ പറയുക ആഗ്രഹം തന്നെ ഡോക്ടർ ആവണമെന്നാണെങ്കിൽ ആ സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് നടക്കുന്ന പോലെ നിങ്ങൾ സ്വപ്നം കാണും. അപ്പോൾ ആ 12th അത് സ്വപ്നം കണ്ട് യാഥാർത്ഥ്യമാകും. വിങ്സ് ഓഫ് ഫയർ വായിച്ചു നോക്കൂ നിങ്ങൾ. അബ്ദുൽ കലാം പറഞ്ഞത്, എവിടെയോ രാമേശ്വരത്ത് ഇരുന്നിരുന്ന അബ്ദുൽ കലാം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെന്നാണ് പറയണത്, ഞാൻ ഒരു നാൾ ഞാൻ ഈ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആകുമെന്ന്. നോക്കൂ, ഇറ്റ് കെയിം ടു ഹിം. അപ്പം നിങ്ങൾ വിചാരിക്കൂ അങ്ങനെ. അത് ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും ബിൽ ഗേറ്റ്സും അതും ആകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അതിൻ്റെ അടുത്ത് വരെയും എത്താം നമുക്ക് ചിലപ്പോൾ. നമ്മൾ ആ തരത്തിൽ ചിന്തിച്ചാൽ അങ്ങനെ ആയിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, അതിനെ ചിലപ്പം ബിൽ ഗേറ്റ്സിൻ്റെ കമ്പനി എടുത്തു, അല്ലെങ്കിൽ ജെഫ് എടുത്തു, അങ്ങനെയൊക്കെ വരാമല്ലോ, അല്ലെങ്കിൽ എലോൺ മസ്ക് എടുത്തു. ഇതൊക്കെ സാധിക്കാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പഠിത്തം, ഇപ്പോൾ ഈ IIT പഠിച്ച് പോകുന്ന കുട്ടികൾക്കൊക്കെ ഓരോരോ ഇന്നോവേഷൻസ് അവരുടെ ഇതിൽ ചെയ്യുമ്പോഴല്ലേ, ഇൻറ്റേൺഷിപ്പിലും ഒക്കെ ചെയ്യുമ്പോഴല്ലേ അവരെ വലിയ വലിയ സാലറിക്കൊക്കെ ഹയർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നോളൂ. IIT എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് NIT എത്താൻ പറ്റും. നിങ്ങളുടെ ശ്രമം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അവരെ എല്ലാവർക്കും എല്ലാം ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ബിസിനസ് ചെയ്യാനുള്ള ത്രാണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷേ വിദ്യാഭ്യാസം നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് സാധിക്കും. കാരണം എല്ലാവരുടെയും ബ്രെയിൻ ഇങ്ങനെയല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലരുടെ ബ്രെയിൻ ആർട്സിന് വേണ്ടിയിട്ടായിരിക്കും, ചിലരുടെ ബ്രെയിൻ ഇങ്ങനെ മാത്തമാറ്റിക്സും അങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെ ബ്രെയിൻ ആർട്സിന് വേണ്ടിയിട്ടാട്ടോ. എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ മാത്സ് പഠിക്കാത്തതുകൊണ്ട്? ഇല്ലല്ലോ. മാത്സ് ആ 10th ക്ലാസ്സിന് വേണ്ടിയിട്ട് പഠിച്ചു മാറ്റി വെച്ചു. അപ്പം നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ആ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് കറക്റ്റായിട്ട് ടീച്ചേഴ്സ് പറയുന്ന കേട്ട് അങ്ങനെ മനപ്പാഠാക്കി പഠിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പറയാണ് BTechന് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് കിട്ടിയില്ല, എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ മനോഭാവം. ഇത് ജസ്റ്റ് ഒരു ഡിഗ്രി ആയിട്ട് ഞാൻ എടുക്കട്ടെ, കാരണം എനിക്കിപ്പോൾ ഇതിലേ കിട്ടിയിട്ടുള്ളൂ, അതായത് എനിക്ക് സിവിലേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് വേണ്ടത് ഇലക്ട്രോണിക്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കിട്ടിയ സീറ്റ് നിങ്ങൾ കളയല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും ഓരോ കോമ്പറ്റീഷൻ കൂടി വരികയല്ലേ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് MBA എടുക്കാം അല്ലേ, BTech എടുത്തിട്ട് പിന്നെ വേറെ നമുക്ക് വേണമെങ്കിൽ MBA എടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. സോ ഒന്നിലും നിങ്ങളങ്ങോട്ട് ഇങ്ങനെയെന്ന് വിചാരിച്ചിരിക്കണ്ട. ലെറ്റ് ലൂസ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചിട്ട് അയ്യോ എനിക്കിത് കിട്ടിയില്ല, എന്ന് തീർന്നു പോയി, എൻ്റെ IIT കിട്ടിയില്ല, അങ്ങനെയല്ല കേട്ടോ. IIT കിട്ടാതെയും എല്ലാവരും ജീവിക്കുന്നുണ്ട്, IIT കിട്ടിയാലും ജീവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇൻ യുവർ സ്റ്റഡീസ്, വാട്ട് എവർ യു ആർ ഡൂയിങ്, വാട്ട് എവർ യു ഗോട്ട് ഇൻ ടു. നിങ്ങൾ ബിക്കമിങ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടോ? നമ്മുടെ മിഷേൽ ഒബാമ എഴുതിയതാണ്. അപ്പോൾ മിഷേൽ ഒബാമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോക്സ് കൊടുക്കുന്നതിൽ അവർ പറയുന്നത് എന്താണെന്ന് അറിയാവോ? ലെറ്റ് മീ ടെൽ ദ യങ് ലേഡീസ്, ഞാൻ അവർ പറയുന്നത് പോലെ പറയാൻ നോക്കുകയാണ്. പ്ലീസ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. ജസ്റ്റ് ഡോണ്ട് ഗോ ബിഹൈൻഡ് ദ ടീനേജ് ബോയ്സ്. യെസ്, ദേ ആർ ഗുഡ് ടു ബി ഫ്രണ്ട്സ്, ബട്ട് ഡോണ്ട് fall into the trap of love. You now need to concentrate on your studies, and once you become a lady, these boys will come behind you. You don't have to go behind them കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ അറ്റോർണി ആയിരുന്നല്ലോ, അവർ വലിയൊരു അറ്റോർണി ആയിരുന്നു. സോ അവരത് കഴിഞ്ഞ് പിന്നെ ഒബാമയ്ക്ക് വേണ്ടിയിട്ട് അവർ ജോലി വിടുകയും അവർ ആ വൈറ്റ് ഹൗസിൽ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്തു. അതായത് അഡാപ്റ്റ് ചെയ്തു. എങ്ങനെയാണ് എപ്പോഴാണ് അവർക്ക് വൈറ്റ് ഹൗസിലേക്ക് വരേണ്ടി വന്നത്? ആ സമയത്ത് അവർക്ക് ഈ മറ്റേ അറ്റോർണി ആയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പ്രസിഡൻ്റാണ്, പിന്നെ ഫസ്റ്റ് ലേഡിയാണ്, പ്രസിഡൻറ്റിൻ്റെ വൈഫാണ്. സോ ഷീ കനോട്ട് ബി ദെയർ ഔട്ട്സൈഡ് ദ എന്താ പറയുക എമംഗ്സ് ദ കോമൺ പേഴ്സൺസ്. മേ ബി സം സെക്യൂരിറ്റി റീസൺസ് ഉണ്ടാകാം. അതൊക്കെ കൊണ്ട് ഷീ ലെഫ്റ്റ് എ ജോബ്. എന്നെപ്പോലെ ഐ ലെഫ്റ്റ് മൈ ജോബ് ജസ്റ്റ് 6 years ബാക്ക്
ജസ്റ്റ് ടു ബി വിത്ത് മൈ ഹസ്ബൻഡ്. എനിക്ക് അപ്പോഴതാണ് ചെയ്യണമെന്ന് തോന്നിയത്. കണ്ടോ? അപ്പോൾ എനിക്കത് അത്ര നാൾ ഞാൻ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയായിട്ട് കരിയർ കൊണ്ടുപോയി. ഐ തിങ്ക് ഐ ആം ആൻ അക്കംപ്ലിഷ്ഡ് ലേഡി ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. അതേപോലെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയണേ, പൊങ്ങച്ചം പറയാനല്ല. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതും എൻ്റെ പുറകിൽ നടന്നു വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അവർക്ക് ഉപകാരമാകാൻ വേണ്ടിയിട്ടാണ്. വൺ ഡേ യു വിൽ റിമെമ്പർ മീ, അന്ന് ആൻറ്റി പറഞ്ഞത് ഞാൻ കേട്ടു. അതേപോലെ ഇപ്പോൾ മുകളിൽ ഇരിക്കുന്ന ആളുകൾ, ഇപ്പം ഞാനൊരു കോമണറാണല്ലേ, ഞാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ആളാണ്. നിങ്ങൾക്ക് മുകളിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. അതായത് സുധാമൂർത്തി മാഡം എല്ലാം, അവരെല്ലാം പറയുന്നത് എന്ത് എളിമയാണല്ലേ അവർക്കൊക്കെ. അവരെല്ലാം വന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വന്നതല്ലേ. കാലം ഇങ്ങനെ മാറി 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 വരുന്നു എങ്കിലും ഈ ഇമോഷൻസൊക്കെ സെയിം തന്നെയാണ്. അതായത് സ്വന്തം കാലിൽ നിൽക്കുക, അവനവൻ്റെ പണം ഉണ്ടാകുക, പേഴ്സിൽ കാശ് ഉണ്ടാകുക, ചിലവാക്കാൻ, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എടുത്തു വെക്കുമ്പോൾ ഏൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ കോമണറായിട്ടുള്ള ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നൂലേ, അവരൊക്കെ പിന്നെ അവർ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്തി. അവർക്ക് ആ സമയത്ത് അവരുടെ എൻവിറോൺമെൻറ്റും അവരെ സഹായിച്ചു. ഇന്ന് നമ്മുടെ എൻവിറോൺമെൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. എവ്രിവെയർ കോമ്പറ്റീഷനാണ്. കാരണം നമ്മുടെ അടുത്ത വീട്ടിലേക്ക് നോക്കിയാൽ വരെ അവിടെ ഉണ്ടാവും ഒരു 4-5 എൻജിനീയേഴ്സും അല്ലേ. പണ്ട് അങ്ങനെയല്ലല്ലോ. ഭയങ്കര പ്രയാസമാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ എന്ന് കരുതി നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കാതിരിക്കേണ്ട. എന്താ ഞാനത് പറയണതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, പിന്നെ നമ്പർ ഓഫ് പ്രൊഫഷൻസ്, ഫിനാൻസ് ഉണ്ട്, എത്ര നല്ല പ്രൊഫഷൻസ് ആണല്ലോ അതെല്ലാം. അപ്പോൾ എല്ലാം ആവശ്യവുമാണ്. നിങ്ങൾ ഈ നിങ്ങളൊരു ഇപ്പം 10ൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും A+ അതൊന്നും കിട്ടാതിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, പഠിച്ചിട്ട് CBSE ICSE ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്സൊക്കെ ഒത്തിരി കിട്ടാൻ പ്രയാസമായിരിക്കും. നിങ്ങൾ ആ മാർക്ക്, അയ്യോ ഞാൻ ഫസ്റ്റ് ആയില്ല, സെക്കൻഡ് ആയില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. വാട്ട് ഈസ് യുവർ എയിം? എനിക്ക് 90 ആണ് എൻ്റെ എയിമെങ്കിൽ ആ 90 നിങ്ങൾ എടുത്തിരിക്കണം. നിങ്ങളെ ആരും ഫസ്റ്റ് മേടിക്കാനോ സെക്കൻഡ് മേടിക്കാനോ അങ്ങനെയൊന്നും ആരും തള്ളാനോ പുഷ് ചെയ്യാനൊന്നും പോകുന്നില്ല. കുറച്ച് എയിം നമ്മൾ വെക്കുമ്പോഴാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ അടുത്തെത്താൻ പറ്റുക എന്ന് പറയും അല്ലേ. അതുകൊണ്ടാണ് ഈ അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും 90+ കിട്ടുന്നത് കൊണ്ടാണ് ഈ കുറച്ചെങ്കിലും നമ്മൾ എഫേർട്ട് എടുത്താലേ നമ്മളതിലേക്ക് വരുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ശ്രദ്ധ മാറിപ്പോകാത്ത തരത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ 10, 11, 12 പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർ 9ാം ക്ലാസ് മുതലേ നല്ല കോൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് വരികയാണെങ്കിലുണ്ടല്ലോ, 12 ആകുമ്പോഴേക്കും അവർക്ക് വന്നിരിക്കും മാർക്ക്. ശരി, ഇപ്പോൾ 10ലാണെന്ന് വിചാരിച്ചു, സ്റ്റാർട്ട് നൗ. നിങ്ങൾ അമ്മമാർ കേൾക്കുന്നവരെ ഒരു കാര്യം ചെയ്യാവോ? റോണ്ട ബൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഥറുണ്ട്, ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. ആ ബുക്ക് ഇവിടെ ഉണ്ടോ? എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ബുക്ക് ഞാൻ എപ്പോഴും ബൈബിൾ പോലെ കൊണ്ട് നടക്കുന്നതാണ്, എപ്പോഴും വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെക്കും, അതുകൊണ്ടാണ്. സോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, ഒന്ന് അടിച്ചു നോക്കിക്കോളൂ. ദ സീക്രട്ട് അവരുടെ തന്നെ ഒരു സീരീസ് ഉണ്ട്, ദ മാജിക്, ദ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട്. ദ ഹീറോ എന്ന് പറഞ്ഞ ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് കുറേ സൂത്രങ്ങളുണ്ട്. ഞാനത് എൻ്റെ കസിൻ്റെ മകന് 10th പഠിക്കുമ്പോൾ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ്റെ ഗ്രേഡ് എന്തോ കുറഞ്ഞു പോയിരുന്നു. B ഒക്കെ ആണെങ്കിൽ അത് A ആക്കാനായിട്ടുള്ള സൂത്രവാക്യമൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളതെടുത്ത് വായിക്കൂ. അത് വായിച്ചു കഴിയുമ്പോൾ യു വിൽ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് എ ബൈബിൾ. എവിടെ ഇരുന്നാണെങ്കിലും ആമസോണിലെല്ലാം കിട്ടുമല്ലോ അത്. ദി ഹീറോ എന്നാണ്, ദ ഹീറോ എന്നാണോ ഹീറോ എന്നാണോ, അങ്ങനെ ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൻ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു, ഹീസ് ഇൻറ്റേണിങ് സംവർ ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഒരു IT ഫേമിൽ ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് ജീവിക്കാനുള്ളത് കൊണ്ട് തരുന്ന ഒരു മന്ത്രമോ ബുക്കോ അല്ലെങ്കിൽ ഒരു സൂക്തമോ നമ്മൾ അറിയുന്നതിൽ എന്താണ് കുഴപ്പം? നിങ്ങളുടെ ബൈബിളിലോ അല്ലെങ്കിൽ എന്താ പറയുക ഖുറാനിലോ ഒക്കെയുള്ള ഇതുപോലെ മോട്ടിവേഷൻ തരുന്ന ഒരു വാചകം എടുത്തു വയ്ക്കൂ നിങ്ങളുടെ പഠിക്കുന്ന സ്ഥലത്ത്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കൂ. യൂണിവേഴ്സ് വിൽ ബ്രിങ് ഇറ്റ് ടു യു. കേട്ടോ? ഭഗവത്ഗീതയിലുണ്ടല്ലോ, അല്ലെങ്കിലും ഗീത വായിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ കുട്ടികൾ നന്നായി വരുമെന്നാണ്. ഗീത സൂക്തങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക, ടുഡേയ്സ് ഗീത എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വരും. അതൊക്കെ എന്തിനാ പറയണേന്നറിയോ? ഇതൊക്കെ നമ്മളെ ഒന്ന് ഊർജ്ജസ്വലരാക്കും. നമ്മളുടെ അടുത്തേക്ക് വരുന്ന എന്തെങ്കിലും ഒരു ലോ എനർജി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറും. നമുക്ക് ആവശ്യമാണ് ഈ ഹൈ എനർജി അല്ലേ. എപ്പോഴും നമ്മൾ ഹൈ എനർജറ്റിക് ആയിട്ടിരിക്കണം, നന്നായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കണം. നമുക്ക് കിട്ടുന്ന സമയമൊക്കെ എന്താ പറയുക വിനിയോഗിക്കുക. നമ്മൾ
ഡാൻസ് കളിക്കാൻ അറിയുന്നവരാണെങ്കിൽ അത് ചെയ്യൂ. നിങ്ങൾ ഫുൾ ടൈം പഠിക്കുമെന്നല്ല ഞാൻ പറയണത്. ആ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ വേറെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അഫെയറൊക്കെ വരും. നിങ്ങളെ കാണാനൊരു ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പയ്യന്മാർ വന്ന് പറയണവരുണ്ടാവും. ചിലരങ്ങനെ ആയിരിക്കില്ല, ചിലരങ്ങനെ ആകാം. പക്ഷെ അതിലൊന്നും ഒരൊറ്റ ആളും വീഴരുതെന്നാണ് ഞാൻ പറയണത്. ഈ ടീനേജ് പ്രേമങ്ങളിൽ പപ്പി ലവിൽ നിങ്ങൾ വീഴരുത് ഇപ്പോൾ. കാരണം വീണ് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റു പല ഗോൾസും പോയി പോകും. അത് അങ്ങനെ പലരും ശ്രമിക്കും. അത് ചിലരങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ കൂട്ടത്തിലാകാതിരിക്കുക. എന്നെ കേൾക്കുന്ന അമ്മമാരുടെ മക്കളെല്ലാവരും നന്നായി പോട്ടെ. അപ്പോൾ അവർ വന്ന് എൻ്റെ അടുത്ത് പറയും, ആകാം എന്നാൽ ടോക്ക് കേട്ടേ പിന്നെ മോള് ശരിക്കും ചിന്തിക്കുന്നുണ്ട്, മോൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്. മോനോടും കൂടിയാണ് ഞാൻ പറയണത്, മക്കളെ ഈ ഡാർക്ക് വെബിലും പിന്നെ ഈ പറഞ്ഞ അൺഎത്തിക്കൽ ഹാക്കേഴ്സ് ആവാനും ഒന്നും നോക്കണ്ട കേട്ടോ. അതിനൊക്കെ അതിൻ്റേതായ വിപരീത ഫലങ്ങൾ വരും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഷുഡ് ഓൾസോ കോൺസെൻട്രേറ്റ്. ഇപ്പം ഞാൻ പെൺകുട്ടികളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഭംഗിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിനകത്തേക്ക് കുറേ നാൾ ശ്രദ്ധ കൊടുത്തിട്ട് എനിക്ക് വളരെ മാർക്കൊക്കെ കുറഞ്ഞു പോയി. ആദ്യം ഞാൻ 10th കഴിഞ്ഞ് 12th വരെ മര്യാദയ്ക്ക് പഠിച്ചു. പിന്നെ ഞാൻ ചേർന്നത് ലിറ്ററേച്ചറിനാണ്. ബിക്കോസ് എനിക്ക് മെഡിസിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. ആദ്യത്തെ ഈ കിട്ടിയത് ഞാൻ നന്നായി ചെയ്യാൻ നോക്കിയില്ല. അപ്പോഴാണ് എനിക്കൊരു റിയലൈസേഷൻ വന്നത്, വാട്ട് ആം ഐ ഡൂയിങ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ലോ കോളേജിൽ കിട്ടി, ലോ പഠിച്ചു. ആ ലോ പഠിച്ചിട്ട് വന്നപ്പോഴും എൻ്റെ അമ്മ ഞാൻ കല്യാണം കഴിച്ച് പോകുന്നു, ഞാൻ വെറുതെ പോവുമായിരുന്നു കോടതിയിലൊക്കെ. ഐ വാസ് ഫീലിംഗ് ലൈക്ക് അയ്യോ ഞാൻ എന്ത് ചെയ്യാനാണ് ഇത് വെച്ചിട്ടെന്ന്. പക്ഷേ ആ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ എന്നെ എവിടെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചതെന്നറിയോ. ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ആ പ്രൊഫഷൻ ആവശ്യമായി വന്നു. എനിക്ക് പണമുണ്ടാക്കാൻ അത് അത്യാവശ്യമായിട്ട് വന്നൊരു സന്ദർഭം ഉണ്ടായി. അപ്പോഴാണ് എനിക്ക് ആ ഡിഗ്രിയുടെ വില മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ വിചാരിക്കും, ഓ ഈ ഡിഗ്രി കയ്യിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടപ്പോൾ, അങ്ങനെ നിങ്ങൾ വിചാരിക്കും കേട്ടോ. അപ്പോൾ പഠിക്കൂ എന്നും പറഞ്ഞ് അമ്മമാർ പുറകിൽ നടക്കണ്ട. ജസ്റ്റ് ഒരു പുഷ് കൊടുത്തിട്ട് ദേ വിൽ ഡു ഇറ്റ്. അവർ നല്ല മക്കളാണ്, നമ്മുടെ മക്കളാണ്, അവരെന്തായാലും അത് ചെയ്യും. ആൺകുട്ടികൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നീട് ആൺകുട്ടികൾക്ക് വേണ്ടി എന്ന് പറയും. പക്ഷേ ഇത് കൂടുതലും പെൺകുട്ടികൾക്ക് വേണ്ടിയായിപ്പോയി അല്ലേ. ആൺകുട്ടികൾക്കും കൂടി ഉണ്ട്. നിങ്ങളും ഇത് കേൾക്കുക. നിങ്ങളും നിങ്ങളുടെ സഹപാഠികളുടെ അടുത്ത് കൂട്ടുകൂടാൻ, അതായത് പെൺകുട്ടികളുടെ അടുത്ത് കൂടുതൽ കൂട്ടുകൂടാൻ പോകണ്ട. എന്തിനാ നിങ്ങൾക്ക് ഈ എയിം വേണ്ടേ. നമ്മളും എല്ലാവരെ പോലെയും ഇപ്പോൾ ചിലർക്ക് US പോകാനായിരിക്കും ഇഷ്ടം. കണ്ടോ എൻ്റെ ബ്രദർ അവിടെയാണ് പോയിക്കണം, എനിക്ക് പോകണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ഹാവ് ടു വർക്ക്. വെറുതെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരികിട കാട്ടിയിട്ടൊന്നും നടക്കില്ല. ജീവിതം അങ്ങനെയല്ല. ഇറ്റ് വിൽ ത്രോ ഹാർഡ് ലെസൺസ് ഓൺ യു. ലെമൺസ് നമുക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ എൻട്രൻസ് എഴുതി ആദ്യത്തെ പ്രാവശ്യം കിട്ടില്ല, രണ്ടാമത്തെ പ്രാവശ്യം കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെയും ശ്രമിക്കണം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഏർപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പിന്നെയും തിരിച്ചു വരും. വി വിൽ ബൗൺസ് ബാക്ക് കേട്ടോ. പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഇന്നലെ ഞാൻ അമ്മമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും പറയണ്ടേ എൻ്റെ അനുഭവം വഴി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സി ലുക്ക് ഹൗ ഹാപ്പി ഐ ആം ആഫ്റ്റർ ദീസ് മെനി ഇയേഴ്സ്. എനിക്ക് 53 വയസ്സായി. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നെങ്കിൽ ഈ കോൺഫിഡൻസ് എനിക്ക് തന്നത് എൻ്റെ ഡിഗ്രി തന്നെയാണ് കേട്ടോ. ഡിഗ്രി ഇല്ലാത്തവർക്ക് അത് മനസ്സിലാകും. ചില അമ്മമാർ പറയുന്നത് കേൾക്കാറില്ലേ ഇവിടെ. അപ്പോൾ നിങ്ങൾ യങ്സ്റ്റേഴ്സ് അങ്ങനെ ഒരു വകുപ്പിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി പറയുന്നത് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ചിയേഴ്സ്. നാളെ വരാം. ബൈ. അപ്പോൾ സാരി ഇഷ്ടമായെന്ന് കരുതണം കേട്ടോ. ഒന്ന് കമൻ്റ് അടിക്കണേ, ആ കുട്ടികൾക്ക് സന്തോഷമാകും. അതുകൊണ്ടാണ്. ഓക്കെ ദെൻ ബൈ.